നമസ്കാരം. ദേവഗുരുവായ വ്യാഴത്തിന്റെ രാശിമാറ്റം പല തരത്തിലാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ സ്വാധീനം അഥവാ ഫലങ്ങൾ നൽകുക എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വ്യാഴമാറ്റവുമായി സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വ്യാഴത്തിന്റെ രാശിമാറ്റം ഓരോ രാശിക്കാരിലും ഓരോ നക്ഷത്രക്കാരിലും ബാധിക്കുന്നു. അത് പല വിധത്തിൽ ബാധിക്കുന്നു എന്ന് തന്നെ പറയാം. ദേവഗുരു ഇപ്പോൾ, അതായത് വ്യാഴം ഇപ്പോൾ മേടരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ മെയ് 1 വ്യാഴം ഇടവം രാശിയിലേക്കാണ് മാറാൻ പോകുന്നത്. ഇതിന്റെ ഫലമായി പല രീതിയിലും മാറ്റങ്ങൾ ചില വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കും. പ്രധാനമായും പരാമർശിക്കുകയാണ് എങ്കിൽ കുബേരയോഗം ഈ സമയം സൃഷ്ടിക്കപ്പെടും എന്ന് തന്നെ പറയാം. ഇത് അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ കുബേരനുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. കുബേരയോഗത്താൽ ഉയർച്ച നേടാൻ പോകുന്ന ചില രാശിക്കാരുണ്ട്. ആ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ശുക്രന്റെ രാശിയാണ് വ്യാഴം. കുബേരയോഗത്തിന്റെ ഫലമായി അതിനാൽ തന്നെ നിങ്ങൾ മികച്ച രീതിയിലുള്ള മാറ്റങ്ങൾ നേടിയെടുക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. വ്യാഴത്തിന്റെ സംക്രമണ ഫലമായി രൂപാന്തരപ്പെടുന്ന കുബേരയോഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സാമ്പത്തികമായ നേട്ടങ്ങളും കൊണ്ടുവരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏതെല്ലാം രാശിക്കാരുടെ ജീവിതത്തിലാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്, ഇതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട സമയമാണ് എന്ന് തന്നെ പറയാം. കാരണം നിങ്ങളുടെ കുബേരയോഗം അതിൻ്റെ ഉച്ചസ്ഥായിയിലാണ്, അല്ലെങ്കിൽ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതായ അവസ്ഥയിൽ നിലനിൽക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനാൽ തന്നെ ഈ സമയം ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ആഗ്രഹങ്ങൾ, അത്തരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആഗ്രഹ സാഫല്യം ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം ജീവിതത്തിൽ വളരെയധികം വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാണ്. വിജയങ്ങൾ കരസ്ഥമാക്കുകയും ജീവിതത്തിലേക്ക് സന്തോഷം കടന്ന് വരുന്നതായ സമയമാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് വളരെയധികം മാറ്റങ്ങൾ, തൊഴിൽ മാറ്റങ്ങൾ, ധനപരമായ ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. കരിയറിൽ വളരെയധികം മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യും. ഈ സമയം പുരോഗതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്ക് പുരോഗതി പ്രകടമാകുന്ന സമയമാകുന്നു. ഐശ്വര്യം, സന്തോഷം എന്നിവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാകുന്നു. അഥവാ ഇത് നിലനിർത്തുവാനും സാധിക്കും എന്ന കാര്യവും ഓർക്കുക. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. അത് നിങ്ങൾക്ക് അനുകൂലമായ ഫലം നൽകുന്നതായ കാര്യങ്ങൾ തന്നെയാകുന്നു. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വ്യക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. ദൃഢമായ തീരുമാനങ്ങൾ, ഉറച്ച തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും എന്ന തോന്നൽ നിങ്ങൾക്ക് മനസ്സിലേക്ക് കടന്നു വരും. പോസിറ്റീവായ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാകുന്നു. പുതിയ രീതിയിലുള്ള വരുമാന മാർഗങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യം ഓർക്കുക. ദാമ്പത്യ ജീവിതത്തിൽ പല രീതിയിലുള്ള ശുഭകരമായ കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിക്കും. ഐശ്വര്യവും സന്തോഷവും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. ശാരീരികമായ അസ്വസ്ഥതകളുണ്ട് എങ്കിൽ അത് ഇല്ലാതാവുകയും തീർച്ചയായും നിങ്ങൾക്ക് മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്ന് വരികയും ചെയ്യും. തീർച്ചയായും നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ തന്നെയാണ് കടന്നു വരിക എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. കാരണം തീർച്ചയായും വ്യാഴമാറ്റം മൂലം, കുബേര കടാക്ഷം മൂലം ജീവിതത്തിൽ നിങ്ങൾ ഉയരുക തന്നെ ചെയ്യും. ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് ഇത്. ഈ സമയം പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഈ നിമിഷം നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കർക്കടകം രാശിയാണ്. കർക്കടകം രാശിക്കാർക്ക്
അനുകൂലമാണ് സമയം. കാരണം വ്യാഴത്തിന്റെ രാശിമാറ്റം നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതായ സമയമാണ്. കുട്ടികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് സന്തോഷിപ്പിക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ശുഭകരമായ വാർത്തകൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും നിങ്ങൾക്ക് കേൾക്കുവാനുള്ള അവസരങ്ങൾ സംജാതമാകും. ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ബിസിനസ് ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ അപ്രതീക്ഷിതമായി തന്നെ വരുമാനം വർദ്ധിക്കും. അത്തരത്തിൽ ഉയരുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നീ കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതാകുന്നു. ജീവിതത്തിൽ വളരെ മികച്ചതായ രീതിയിലുള്ള മാറ്റങ്ങൾ അത് തൊഴിൽപരമായും അല്ലാതെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈ സമയം ഐശ്വര്യം വീടുകളിൽ വളരെയധികം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. മനസ്സിലേക്ക് എന്തെന്നില്ലാത്ത സന്തോഷം വന്നു ചേരുകയും ഈ സമയം മനക്ലേശങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. യാത്രകൾ പലത് നടത്തേണ്ടി വരും എങ്കിലും ആ യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. എന്നാൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ 11ാം ഭാവത്തിലാണ് കുബേരയോഗം വരുന്നത്. അതിനാൽ തന്നെ ചില അത്ഭുതകരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതിൽ പ്രധാനപ്പെട്ടത് സാമ്പത്തികപരമായ നേട്ടങ്ങൾ തന്നെയാകുന്നു. സാമ്പത്തികപരമായ സ്ഥിതി നിങ്ങൾക്ക് മികച്ചതാക്കി തീർക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ബിസിനസ് ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുക, ബിസിനസ് വിപുലീകരിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം അവസരങ്ങൾ അത് ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ കടന്ന് വരുന്നതാകുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടുവാനുള്ള അവസരമായി തന്നെ കണക്കാക്കാം. ജോലി ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ പിന്തുണയും സന്തോഷവും ജീവിതത്തിലേക്ക് കടന്നു വരും, തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരും. കൂടാതെ ഈ സമയം ശമ്പള വർധനവും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള നേട്ടങ്ങൾ ഈ സമയം നിങ്ങളെ തേടിയെത്താവുന്നതാണ്. കൂടാതെ ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ അനുകൂലമായി തീരും. അതായത് വിദേശത്തേക്ക് പോകുവാനുള്ള ആഗ്രഹമുണ്ട് എങ്കിൽ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നടത്തിയെടുക്കുവാൻ സാധിക്കും. ഈ സമയം പ്രണയിക്കുന്നവരാണ് എങ്കിൽ വിവാഹത്തിലേക്ക് എത്തുന്ന അവസ്ഥ വന്നു ചേരുന്നതാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. ഈ സമയം സന്തോഷവും സമാധാനവും ജീവിതത്തിൽ നിലനിൽക്കുന്നതുമാണ് എന്ന കാര്യം ഓർക്കുക. വ്യാഴത്തിന്റെ രാശിമാറ്റം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ കൊണ്ടുവരും എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും നിങ്ങൾ ഈ സമയം പരമശിവനെ ആരാധിച്ച് മുന്നോട്ടു പോകുന്നത് ശുഭകരം തന്നെയാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കന്നി രാശിയാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിന്റെ രാശിമാറ്റം നിങ്ങൾക്ക് കുബേരയോഗം വന്ന് ചേരുന്നതിന് സഹായകരമായി എന്ന കാര്യം ഓർക്കുക. കുബേരയോഗം ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതിനാൽ തന്നെ വളരെയധികം മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്തെല്ലാം മാറ്റങ്ങളാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് ആദ്യമേ മനസ്സിലാക്കുക. പല രീതിയിലും നിങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. പല വഴികളിലൂടെയും ധനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടി വരാം. സമാധാനവും ജീവിതത്തിൽ നിലനിൽക്കുവാൻ സാധിക്കും. അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. ഈ സമയം നിങ്ങൾക്ക് തൊഴിൽപരമായി വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന കാര്യം ഈ സമയം ഓർക്കുക. പ്രധാനമായും തൊഴിൽ രംഗത്ത് അനുകൂലമായ ഫലങ്ങൾ, തൊഴിൽ മാറ്റം, വിദേശത്ത് തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ഈ സമയം തീർച്ചയായും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് സിദ്ധിക്കും. ഈ സമയം യാത്രകൾക്ക് സാധ്യത കൂടുതലാകുന്നു. അത് മാനസികപരമായ സന്തോഷം വർദ്ധിപ്പിക്കും എന്ന കാര്യവും ഓർക്കുക. എന്തെങ്കിലും രീതിയിലുള്ള മനക്ലേശങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം വിദേശയാത്രകൾ നടത്തേണ്ടതായി വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ജോലി സംബന്ധമായ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കും. ഈ സമയം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ തീർച്ചയായും ഭാഗ്യം തുണയ്ക്കുന്നതാകുന്നു. അതിനാൽ തന്നെ പല രീതിയിലുള്ള ആഗ്രഹ സാഫല്യങ്ങൾ ഈ സമയം ജീവിതത്തിലേക്ക് വന്നു ചേരാം.
കരിയറുമായി ബന്ധപ്പെട്ട് പുരോഗതി, നേട്ടങ്ങൾ വന്നു ചേരും. നിങ്ങൾ പ്രവർത്തിക്കുന്നതായ മേഖലകളിൽ തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാകുവാൻ സാധ്യത കൂടുതലാകുന്നു. ഈ സമയം എടുക്കുന്ന തീരുമാനങ്ങൾ ശ്രദ്ധയോടെ ധൈര്യപൂർവ്വം എടുക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളിലും നേട്ടങ്ങൾ വന്നു ചേരും. ഈ സമയം പോസിറ്റീവായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഉതകുന്നതായ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരും. അസ്വസ്ഥതകൾ ജീവിതത്തിലുണ്ട് എങ്കിൽ അതൊരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും ജീവിതത്തിലേക്ക് സന്തോഷം വന്ന് ചേരുന്നതായ സമയമാകുന്നു. എന്നാൽ ഓർക്കേണ്ടതായ കാര്യം, ഒരിക്കലും എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ പാടില്ല എന്ന കാര്യമാകുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് നേട്ടങ്ങൾ വർദ്ധിക്കുക തന്നെ ചെയ്യും.